നമസ്കാരം. ഒരു കല്യാണ വീട്ടിലെത്തുന്ന മുതിർന്നവരെയും ചെറിയ കുട്ടികളെയും ഒരു മിനിറ്റ് നോക്കൂ. മുതിർന്നവർ ചിലർ ഗൗരവത്തിൽ കുശലാന്വേഷണങ്ങൾ ചെയ്യുന്നു, ചിലർ വസ്ത്രമൊക്കെ ഉടയാതെ മാറി നിൽക്കുന്നു, വേറെ ചിലരാകട്ടെ മനസ്സിൽ ഒട്ടും ഇഷ്ടമില്ലാത്തവരോട് പോലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചിലർ പൊങ്ങച്ചം പറയുന്നു. ഇനി കുരുന്നുകളെ ഒന്ന് നോക്കൂ. അവർ ഓടുന്നു, ചിരിക്കുന്നു, ബഹളം വെക്കുന്നു, കരയുന്നു, വഴക്കടിക്കുന്നു. എന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ നല്ല കൂട്ടുകാരാവുന്നു. വീണാലും അവർ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടും. അവിടെ അഭിനയങ്ങളില്ല, മുഖംമൂടികളില്ല, കുട്ടികളുടെ സ്വാഭാവികമായ നിഷ്കളങ്കതയാണ് നാം കാണുന്നത്. കുറെ കഴിഞ്ഞ് റിസപ്ഷൻ്റെ സമയത്ത് ഒരാൾ പാട്ടിനൊത്ത് ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങുന്നു. പിന്നാലെ മറ്റൊരാൾ കൂടുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അതുവരെ വളരെ ഗൗരവത്തിൽ അവിടെ ഇരുന്ന പലരും പ്രായവ്യത്യാസമില്ലാതെ ചിരിച്ചും കളിച്ചും ഡാൻസ് കളിക്കുന്നു. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാവുന്നു. ചടങ്ങ് കഴിയുമ്പോൾ മുതിർന്നവർ വീണ്ടും തങ്ങളുടെ പഴയ മാന്യതയിലേക്ക് മടങ്ങിയെത്തും. പക്ഷെ കുട്ടികൾ പിന്നെയും കുട്ടികളായി തന്നെ തുടരുന്നു. ജീവിതം പഠിപ്പിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചെറിയ പാഠം ഇതാണ്: ഒരു കുട്ടിക്കുള്ളിൽ ഒരു മുതിർന്നയാൾ ഉണ്ടാവില്ല, എന്നാൽ ഓരോ മുതിർന്നയാളുടെ ഉള്ളിലും ഒളിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടികളിലേക്ക് നമ്മെ ആകർഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ജിജ്ഞാസ, അത്ഭുതം കൊണ്ട് വിടരുന്ന മുഖം, വിശ്വാസം, കളിതമാശകൾ, പിന്നെ മനസ്സിലുള്ള അതുപോലെ തുറന്നു കാണിക്കുന്ന നിഷ്കളങ്കത. ഒരു കൊച്ചുകുട്ടി ഭയമില്ലാതെ ചോദ്യം ചോദിക്കുന്നു, സംഗീതം കേൾക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഡാൻസ് ചുവടുകൾ വെക്കുന്നു. ആ കൊച്ചുകുട്ടി പിന്നെ വളരുന്നു. കൂടെ അത്യാവശ്യമുള്ള പല കാര്യങ്ങളും പഠിക്കുന്നു. ഉത്തരവാദിത്വം, സ്വയം നിയന്ത്രണം, ക്ഷമ, മറ്റുള്ളവരോടുള്ള പരിഗണന. പക്ഷേ ആ വളർച്ചയുടെ വഴിയിൽ വെച്ച് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും നന്നായി കാണപ്പെടണമെന്ന ചിന്ത അലട്ടാൻ തുടങ്ങുന്നു. മണ്ടനായി മുദ്ര കുത്തപ്പെടുമോ എന്ന് ഭയന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുന്നു. സന്തോഷങ്ങൾ പോലും ഉള്ളിലൊതുക്കുന്നു. ഉള്ളിൽ സങ്കടം കടലിരമ്പുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വെറുതെ പുഞ്ചിരിക്കുന്നു. ചിലപ്പോൾ തോന്നും, വളരുക എന്ന് വെച്ചാൽ മനസ്സിനെ മൂടിവെക്കാനുള്ള പഠനമാണോ എന്ന്. എന്നാലും നമ്മുടെ ഉള്ളിലെ ആ കുട്ടി ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. തൻ്റെ കൊച്ചുമകന് വേണ്ടി ആനയായി മാറി നാലുകാലിൽ എഴയുന്ന വളരെ മാന്യനായ ഒരു കാരണവരെ നോക്കൂ. അല്ലെങ്കിൽ ഒരു റീൽ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു കണിശക്കാരത്തിയായ അമ്മൂമ്മയെ നോക്കൂ. വലിയ ഗൗരവക്കാരനായി നടക്കുന്ന ഒരു കമ്പനി ഡയറക്ടർ ഓഫീസിലെ പിക്നിക്കിൻ്റെ വടംവലി മത്സരത്തിൽ ആവേശത്തോടെ കൂവി വിളിച്ച് പങ്കെടുക്കുന്നത് നോക്കൂ. അത് കണ്ട് ആളുകൾ അവരെ കളിയാക്കുകയല്ല ചെയ്യുന്നത്. പകരം അവരെ നോക്കി പുഞ്ചിരിക്കുകയാണ്, കൈയടിക്കുകയാണ്. മുഖംമൂടികളില്ലാതെ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ അടക്കി വെക്കപ്പെട്ട ആഗ്രഹമാണോ അതിന് പ്രചോദനമാകുന്നത്? എൻ്റെ ജീവിതത്തിലും ഇത് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഗൗരവക്കാരനായ ഒരാളാണ് എന്നെ ആളുകൾ കാണുന്നത്. എന്നാൽ സ്റ്റാഫ് റിട്രീറ്റിൽ സഹപ്രവർത്തകർക്കൊപ്പം ഡാൻസ് കളിച്ചതും പിക്നിക്കിനും മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തതും ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. തീർത്തും അപരിചിതമായ ആളുകളിലും ഇത്തരം കുട്ടിത്തം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ട് ടെർമിനലിന് അടുത്ത കാർ റെൻ്റൽ കേന്ദ്രത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ബസ് ഡ്രൈവർ ഒരു പാട്ട് ഉച്ചത്തിൽ മൂളാൻ തുടങ്ങി. ഒപ്പം പാടാൻ അവർ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ആർത്ത് വിളിച്ചും വിസിലടിച്ചും അത് ആഘോഷമാക്കി. ആ 10 മിനിറ്റ് യാത്ര ഞങ്ങളുടെ യാത്രയിലെ തന്നെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നായി മാറി. മറ്റൊരിക്കൽ ഒരു വിമാനത്തിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് തമാശ പറഞ്ഞും ഡാൻസ് ചെയ്തുമാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ചെയ്തത്. ആരും സാധാരണ ശ്രദ്ധിക്കാത്ത ആ നിർദ്ദേശങ്ങൾ എല്ലാവരും കൗതുകത്തോടാണ് കണ്ടിരുന്നത്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴും ലാഘവമായി പെരുമാറുന്ന ആളുകൾ വലിയൊരു ആകർഷണമുണ്ട്. അവർ ചുറ്റുമുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നു, സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നു. അവരോടുള്ള സ്നേഹവും ബഹുമാനവും സ്വാഭാവികമായി തന്നെ മറ്റുള്ളവരിലുണ്ടാകും. ഇവിടെ എനിക്കൊരു കാര്യം തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ആളുകൾ മീറ്റിങ്ങിന് വൈകി വന്നാൽ ഞാൻ അവരോട് രൂക്ഷമായി സംസാരിക്കുമായിരുന്നു. ദയയില്ലാതെ പണിയെടുപ്പിക്കുന്ന കടുപ്പക്കാരനായ ഒരു ബോസ് എന്ന് ചിലരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ ഗൗരവത്തേക്കാൾ കുറച്ചുകൂടി തമാശ രൂപത്തിലുള്ള സമീപനമായിരുന്നു കാര്യങ്ങൾ എളുപ്പമാക്കുമായിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ ജ്ഞാനം നേടിയ ആളൊന്നുമായിട്ടല്ല ഞാനിത് പറയുന്നത്. ജീവിതം കണ്ടും അനുഭവിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്.
മുതിർന്നവരുടെ ഉള്ളിലെ കുട്ടിത്തത്തെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം സ്വഭാവമുള്ളവർക്ക് സാധാരണ ജീവിത സാഹചര്യങ്ങളെ പോലും കൂടുതൽ രസകരവും സന്തോഷകരവുമാക്കി മാറ്റാൻ കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മളെ തന്നെ അമിതമായ ഗൗരവത്തിൽ എടുക്കാതിരുന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെയും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് നേരിടാൻ കഴിയും. കേരളത്തിൽ ഇത് മനോഹരമായി മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, കുഞ്ഞുണ്ണി മാഷ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനും കവിയുമാണ് അദ്ദേഹം. കുട്ടിക്കവിതകൾ എന്ന് തോന്നുമെങ്കിലും വലിയ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ ഉണ്ടായിരുന്നത്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ചില വരികൾ ഇതാണ്: കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ട് രമിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ട് മരിക്കാൻ. മറ്റൊരു ലളിതമായ വരി ഓർമ്മയിൽ ഇല്ലേ? മാവേലിയുള്ള നാട്ടിൽ വേലിയില്ല. പിന്നെ ആരും മറക്കാത്ത ആ വരികൾ: വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതിശയപ്പെടാനുള്ള കഴിവൊട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ വിവേകത്തോടെ വളരാൻ കഴിഞ്ഞു എന്നതായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രത്യേകത. കുഞ്ഞുണ്ണി മാഷ്മാർ നിറഞ്ഞ ഒരു ലോകം എത്ര മനോഹരമായിരുന്നേനെ. രസകരമായ ഒരു കാര്യം, എല്ലാ മതദർശനങ്ങളിലും ഈ കുട്ടിത്തത്തിൻ്റെ ലാളിത്യം വലിയ കാര്യമായി കാണുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു കുട്ടികളെ പോലെ ആകണമെന്നാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പല ഉപദേശങ്ങളും ഈ ലളിതമായ തത്വത്തിലാണ് അടിസ്ഥാനമായിരിക്കുന്നത്. ഓരോ കുട്ടിയെയും ഫിത്ര അഥവാ വിശുദ്ധവും സ്വാഭാവികമായ മനസ്സോടെയാണ് ജനിക്കുന്നതെന്ന് ഇസ്ലാമിക പാരമ്പര്യം പറയുന്നു. അഹങ്കാരമില്ലാത്ത തുറന്ന മനസ്സോടെയുള്ള ലാളിത്യത്തിനാണ് ഉപനിഷത്തുകളും പ്രാധാന്യം നൽകുന്നത്. മതങ്ങൾ വ്യത്യസ്തമായിരിക്കുക, എന്നാൽ സന്ദേശം ഒന്നാണ്: വളരുമ്പോൾ ഉള്ളിലെ കുട്ടി വരളരുത്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. കുട്ടികളെ പോലെ ആവുന്നതും കുട്ടിത്തം കാണിക്കുന്നതും രണ്ടും രണ്ടാണ്. അതായത് ചൈൽഡിഷ്നെസ് ആൻഡ് ചൈൽഡ് ലൈക്ക്നെസ്. കുട്ടികളെ പോലുള്ള കൗതുകം വേണം ചോദ്യം ചോദിക്കാൻ, പക്ഷേ കുട്ടിത്തം നിറഞ്ഞ അഹങ്കാരം മറ്റുള്ളവരുടെ ഉപദേശം തള്ളിക്കളയും. കുട്ടികളെ പോലെയുള്ള കളിതമാശകൾ ആളുകളെ ഒന്നിച്ചു നിർത്തുന്നു, പക്ഷേ കുട്ടികളുടെ പോലത്തെ വാശി ആളുകളെ അകറ്റുന്നു. അമ്മയുടെ മടിയിലിരിക്കാൻ രണ്ട് കുട്ടികൾ വഴക്കിടുന്നത് കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണ്. എന്നാൽ സ്വത്തിനു വേണ്ടി പോരടിക്കുന്ന രണ്ട് മക്കൾ സഹിക്കാനാവാത്ത കാഴ്ചയാണ്. അനുസരണക്കേടിന് ശിക്ഷിച്ചാൽ കൊച്ചുമകൻ പിണങ്ങി അത്താഴം കഴിക്കാത്തത് മനസ്സിലാക്കാം. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു എന്നതിന് മകനോട് ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാൻ തയ്യാറാകാത്ത ഒരു അച്ഛൻ്റെ നിലപാട് സങ്കടകരമാണ്. വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം ദേഷ്യങ്ങളും വഴക്കുകളും നമ്മൾ പല കുടുംബങ്ങളിലും കാണാറില്ലേ? അത്ഭുതപ്പെടാനും കളിക്കാനും ആത്മാർത്ഥത കാണിക്കാനും വിശ്വസിക്കാനും നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ പുറത്തുവിടുക. എന്നാൽ ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനുമുള്ള സമയം വരുമ്പോൾ മുതിർന്നയാളുടെ വിവേകം ഉപയോഗിക്കും. എന്താണ് കൂടെ കൂട്ടേണ്ടത്, എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം. അടുത്ത തവണ ഏതെങ്കിലും കാര്യത്തോട് അമിതമായി പ്രതികരിക്കാൻ തോന്നുമ്പോൾ ഒന്ന് നിർത്തി സ്വയം ചോദിക്കുക: ജീവിതം എത്ര ചെറുതാണെന്ന് തിരിച്ചറിയുന്ന ഒരു മുതിർന്നയാളാകാൻ എനിക്ക് സാധിക്കുമോ എന്ന്. അതുകൊണ്ട് ഇനി പാട്ട് കേൾക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ചുവടുവെക്കാം, കൗതുകം നിലനിർത്താം, ഒപ്പം വിവേകം കൈവിടാതിരിക്കാം. ക്ഷമിക്കാനുള്ള മനസ്സ് വളർത്തുക, ഒപ്പം അതിരുകൾ തിരിച്ചറിയുകയും ചെയ്യുക. കുട്ടികളുടെ മറ്റൊരു നല്ല ഗുണം കൂടെ നമുക്ക് തിരിച്ചു പിടിക്കാം: മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയമില്ലാതെ ജീവിക്കാനുള്ള ധൈര്യം. ജീവിതം നിങ്ങളെ തട്ടി താഴെയിടുമ്പോൾ മുട്ടിലെ പൊടിയൊക്കെ തട്ടി വീണ്ടും ഓടാൻ തുടങ്ങുന്ന ആ കുട്ടിയെ ഓർമ്മിക്കുക. നമുക്ക് വീണ്ടും കുട്ടികളാകാൻ കഴിയില്ല, എന്നാൽ നമ്മുടെ ഉള്ളിലെ ആ നിഷ്കളങ്ക കുട്ടിയെ വിട്ടുകളയരുത്. നന്ദി, നമസ്കാരം.